നഗരങ്ങളുടെ ബഹളങ്ങളിൽ നിന്ന് ഒരുപാട് അകലെയായി ബിആർ ഹിൽസ് മലനിരകൾക്ക് താഴെ ടിബറ്റൻ ജനതയുടെ ഒരു ലോകം. ഡോണ്ടലിംഗ് ടിബറ്റൻ സെറ്റിൽമെൻറ്റ്, കർണാടകയുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ടിബറ്റിൻ്റെ ഒരു ചെറിയ ഭാഗം. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അകലെയുള്ള ഡോണ്ടലിംഗ് കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടേക്ക് യാത്ര ചെയ്യുന്നത്. പോകുന്ന വഴിയിൽ അറ്റം കാണാതെ നീണ്ടുകിടക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള നെൽപ്പാടങ്ങളാണ്. പാടത്തെ പണി കഴിഞ്ഞ് വരുന്ന ആളുകളെയും ഇവിടെ കാണാം. ഇത്രയും കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന വയലുകൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ വയലുകൾക്കിടയിലൂടെ ഒഴുകുന്ന കാവേരി നദിക്ക് കുറുകെയായിട്ട് ഒരു ഡാമും കെട്ടി നിർത്തിയിട്ടുണ്ട്. എത്ര മനോഹരമായ കാഴ്ച അല്ലേ! അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഡോണ്ടലിംഗിലെത്തി. ഇരുട്ടത്താണ് എത്തിയത്. അതുകൊണ്ട് തന്നെ രാത്രി മൊണാസ്ട്രിയിൽ കുട്ടികളായിട്ടുള്ള ബുദ്ധ സന്യാസിമാരെ കണ്ടു. ഇവിടെ ലൈറ്റ് പൊല്യൂഷൻ അത്രയ്ക്കില്ലാത്തതുകൊണ്ട് തന്നെ ആകാശത്ത് നിറയെ നക്ഷത്രങ്ങൾ കാണാം. ഈ അടുത്തൊന്നും ഞാൻ ഇത്രത്തോളം നക്ഷത്രങ്ങൾ ഒരുമിച്ച് ആകാശത്ത് കണ്ടിട്ടില്ല. എന്ത് ഭംഗിയാണ് കാണാൻ! പുലർച്ചെ തന്നെ ഇവിടെ സന്യാസി കുട്ടികൾ പഠിക്കുന്നത് കാണാം. വളരെ ചിട്ടയോട് കൂടിയിട്ടുള്ള ജീവിതം. ഇവർ നിലത്തിരുന്നാണ് പഠിക്കുന്നത്. ഈ മൊണാസ്ട്രിയാണ് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലുത്. സോങ്ചൻ മൊണാസ്ട്രി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ 5 മൊണാസ്ട്രികളാണ് ആകെയുള്ളത്. രാവിലെ തന്നെ കുട്ടികളൊക്കെ പ്രാർത്ഥനയിലാണ്. മൊനാസ്ട്രിയുടെ അകമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ബുദ്ധസന്യാസിമാർ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നു. ഇവരുടെ പ്രാർത്ഥനയും മന്ത്രങ്ങളും കേട്ടിരിക്കാൻ നല്ല രസമാണ്. അത് നമുക്ക് വളരെ സമാധാനം തരും. കുഞ്ഞിക്കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ദിവസം തന്നെ 2-3 തവണ ഇവർ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടത്രേ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളായിട്ടുള്ള ബുദ്ധസന്യാസിമാർ നിലത്തിരുന്ന് പഠിക്കുന്നു. എനിക്കെൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്. ഇവിടെ ഇവർ വെയിലത്ത് മുറ്റത്ത് നിലത്തിരുന്ന് പഠിക്കുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് വീടിനുള്ളിൽ വിളക്കിൻ്റെ ചുവട്ടിലിരുന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത്. ഇവിടെ എല്ലായിടത്തും പ്രെയർ ഫ്ലാഗുകൾ കാണാം. ഇവിടുത്തെ ഓരോ വഴികളും ടിബറ്റിനെ ഓർമ്മിപ്പിക്കും. ഇന്ത്യയിലാണ് നമ്മൾ ഉള്ളതെന്ന് പോലും മറന്നുപോകും.
ഇവിടെ ഒരു വലിയ ബുദ്ധപ്രതിമ നിർമ്മിക്കുന്നുണ്ട്. അതിനടുത്തായിട്ട് വലിയ പ്രെയർ ഫ്ലാഗുകൾ കാണാം. അത് കാറ്റിൽ പറക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ കരുതുന്ന പോലെ ഇവർ എപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകി ഒരിടത്തിരിക്കുന്നവരല്ല. സത്യം പറഞ്ഞാൽ ഇവർക്കൊരു വിശ്രമം പോലും ഇല്ല. എപ്പോഴും ഓരോ കാര്യത്തിൽ തിരക്കിലാണ്. പ്രാർത്ഥന, വൃത്തിയാക്കൽ, ഫുഡ് ഉണ്ടാക്കൽ, പഠിക്കൽ, അങ്ങനെ റെസ്റ്റില്ലാതെ ദിവസം മുഴുവൻ ഓരോ പണിയിൽ തിരക്കിലാണിവർ. നമ്മൾ കരുതും പോലെ സന്യാസി ജീവിതം അത്ര എളുപ്പമൊന്നുമല്ല. അതിനുശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുന്ന് കുറച്ച് ദൂരത്തായിട്ടുള്ള തക്ഷം മൊണാസ്ട്രിയിലേക്ക് പോവാമെന്ന് വെച്ചു. ഇവിടുത്തെ ഭക്ഷണവും ടിബറ്റൻ രീതിയിലുള്ളതാണ്. നല്ല രുചിയുണ്ട്. ഇവിടെ വരികയാണെങ്കിൽ ഇവിടുത്തെ ഫുഡ് എന്തായാലും കഴിക്കണം. സോങ്ചൻ മൊണാസ്ട്രിക്ക് അടുത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ തക്ഷം മൊണാസ്ട്രിയിൽ എത്തി. ഇവിടെ വലിയ പ്രാർത്ഥനാ സ്തൂപങ്ങൾ കാണാം. എല്ലാ മൊണാസ്ട്രിയിലും ഇത്തരം പ്രാർത്ഥനാ സ്തൂപങ്ങളുണ്ട്. മന്ത്രങ്ങൾ ജപിച്ച് ആളുകൾ ഇതിനു ചുറ്റും പ്രാർത്ഥിക്കും. ഇതാണ് തക്ഷം മൊണാസ്ട്രി. ഇവിടെ കുറച്ച് സന്യാസി കുട്ടികൾ കളിക്കുന്നു. ഇവിടെ വരുന്നതിന് മുമ്പേ എനിക്കറിയാവുന്നത് കൂർഗിലുള്ള ടിബറ്റൻ സെറ്റിൽമെന്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് എന്നെപ്പോലെ തന്നെ ആയിരിക്കും മിക്ക ആളുകളും. ആർക്കും ഈ ടിബറ്റൻ സെറ്റിൽമെന്റിനെ കുറിച്ച് അത്രയ്ക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ടൂറിസ്റ്റുകളുടെ ബഹളങ്ങളില്ല. മലനിരകൾക്ക് താഴെയായി സമാധാനവും ശാന്തവുമായൊരു അന്തരീക്ഷം, അതാണ് ഇവിടെയുള്ളത്. ഈ ഒരു സ്ഥലം ഇന്ത്യയിലല്ലാത്ത പോലെ. ആളുകളുടെ രൂപവും വേഷവും അവരുടെ കെട്ടിടങ്ങളുടെ വാസ്തുവും സംസ്കാരവും ഒക്കെ മറ്റൊരു രാജ്യത്തെ പോലെ. ഇവർ ഇന്ത്യയിൽ ഇത്രയും കാലം ജീവിച്ചിട്ടും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. 1950കളിൽ ടിബറ്റ് ചൈന യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. 1951 ടിബറ്റ് രാജ്യം ചൈനയുടെ നിയന്ത്രണത്തിലായി. അത് ടിബറ്റിലെ ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹമാക്കി. അങ്ങനെ 1959 ടിബറ്റിൽ ചൈന ഗവൺമെന്റിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. പക്ഷേ ആ സമരം വിജയിച്ചില്ല. അതിനാൽ ടിബറ്റിലുള്ളവർ പല രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു. അവരുടെ 14ാമത്തെ ആത്മീയ നേതാവായ ദലൈലാമ ഇന്ത്യയിൽ അഭയം തേടി. അന്ന് ഇന്ത്യ അവരെ 2 കൈ നീട്ടി സ്വീകരിച്ചു. പിന്നീട് ഇന്ത്യയുടെ വിവിധയിടങ്ങളിൽ ടിബറ്റൻ കുടിയേറ്റങ്ങൾ രൂപപ്പെട്ടു. അതിൽ ഒന്നാണ് ഡോങ്ഡലിംഗ് ടിബറ്റൻ സെറ്റിൽമെന്റ്. 1970കളിൽ കർണാടകയിലെ വിവിധയിടങ്ങളിൽ ഇവർക്കായി ഭൂമി നൽകി. അവർ അവിടെ കൃഷി ചെയ്തു, വീടുകൾ വെച്ചു. ഒരു പുതിയ ഗ്രാമം മാത്രമല്ല അവർ ഇവിടെ പണിതത്. അവരുടെ നാടിന്റെ ഓർമ്മയും സംസ്കാരത്തിന്റെ തുടർച്ചയും കൂടിക്കലർന്ന ഒരു ജനതയുടെ പുതിയൊരു ജീവിതമാണ് അവർ ഇവിടെ കെട്ടിപ്പടുത്തത്. ഈ ഓരോ നടപ്പാതകളിലും കെട്ടിടങ്ങളിലും ടിബറ്റിലെ ജനങ്ങളുടെ ജീവിതം നമുക്ക് കാണാം. ടിബറ്റൻ മഞ്ഞുമലകൾക്ക് പകരമായി ഇവിടെ പിലിഗിരി രംഗനാഥ മലനിരകളാണുള്ളത്. ആ മലനിരകളിൽ കടുവകളും പുലികളും വസിക്കുന്നു. ഏകദേശം 3000 ഏക്കർ ഭൂമിയിൽ 3000-ൽ കൂടുതൽ ആളുകൾ ഇവിടെ ജീവിക്കുന്നു. ഇവിടുത്തെ വില്ലേജുകളുടെ പേരുകളും വ്യത്യസ്തമാണ്. വില്ലേജ് എ, വില്ലേജ് ബി എന്നിങ്ങനെയുള്ള ഇംഗ്ലീഷ് അക്ഷരമാലയിലാണ് ഇവിടുത്തെ വില്ലേജുകൾ അറിയപ്പെടുന്നത്. ഏകദേശം 22 വില്ലേജുകൾ ഇവിടെയുണ്ട്. ഈ വഴികളൊക്കെ കാണാൻ എന്തു ഭംഗിയാണ്. മലനിരകളാണ് നമുക്ക് മുന്നിൽ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 3 പേര് അവരുടെ വീടിനു മുമ്പിൽ പ്രാർത്ഥനാ മാലയുമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല പ്രായമുണ്ടവർക്ക്. ഞാൻ അവരോട് ടിബറ്റിനെ കുറിച്ചൊക്കെ ചോദിച്ചു. അവർ ആ കാലത്ത് കുട്ടികളായിരുന്നത്രേ. അവരുടെ അമ്മയും അച്ഛനുമൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ടിബറ്റ് ഡോണ്ടലിംഗ് ആണ്. അത് അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മൾ ജീവിച്ച ഇടമല്ലേ നമ്മുടെ നാട്. കാരണം നമ്മളുടെ ഓർമ്മകൾ അവിടെ ആയിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് താന മൊനാസ്ട്രിയിലേക്കാണ്. ഇവിടെയും കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ പ്രെയർ വീലുണ്ട്. വലിയ പ്രെയർ സ്തൂപങ്ങളും ഇവിടെ കാണാം. പക്ഷേ കാഴ്ച വ്യത്യസ്തമാണ്. അതിൻ്റെ പിന്നിലായിട്ട് മലനിരകളാണ്.
മനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. അങ്ങനെ നേരം ഇരുട്ടി. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ചില യാത്രകൾ നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു സ്ഥലത്തേക്ക് മാത്രമല്ല, അവിടുത്തെ ജീവിതങ്ങളിലേക്ക് കൂടിയാണ്. വളരെ ശാന്തവും സമാധാനവും നിറഞ്ഞ ഒരിടം, അതാണ് ഡോണ്ടലിംഗ്. കാട്ടുമൃഗങ്ങൾ വാഴുന്ന ബിലിഗിരി രംഗനാഥ മലനിരകളുടെ താഴെ മുഴങ്ങുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങളും അവരുടെ ബുദ്ധസന്യാസി വേഷങ്ങളും വാസ്തുവിദ്യകളും എല്ലാം കാണുമ്പോൾ നമ്മളുള്ളത് ഇന്ത്യയിൽ തന്നെയാണോ എന്ന് സംശയിക്കും. ഡോണ്ടലിംഗ് ടിബറ്റിന്റെ ആത്മാവ് ജീവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. സ്വന്തം രാജ്യത്തു നിന്ന് മറ്റൊന്നുമില്ലാതെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് മറ്റൊരു രാജ്യത്ത് ജീവിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവിടെ അവരുടെ സ്വന്തം രാജ്യത്തിൻ്റെ സംസ്കാരവും ആചാരങ്ങളും സംരക്ഷിക്കുക എന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവർ അതിൽ പൂർണ്ണമായും വിജയിച്ച ജനതയാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും വിഷമിക്കുന്ന നമ്മൾ ഇവരെക്കുറിച്ചൊന്ന് ഓർത്താൽ മതി. ഇവരുടെ അതിജീവന കഥ എല്ലാവർക്കും മാതൃകയാണ്. യാത്രകളെ സ്നേഹിക്കുന്നവർക്ക് ഈ ഒരു സ്ഥലം എന്തായാലും ഇഷ്ടപ്പെടും. കാരണം സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് ബഹളങ്ങളില്ലാത്ത ഒരിടമാണ് ഡോണ്ടലിംഗ്.